الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ എല്ലാവരോടും അംഗീകരിക്കാൻ പറയുകയും ചെയ്ത സന്ദർഭത്തിൽ പിശാച് അതിൽ നിന്ന് വിട്ടുനിന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് ചോദിച്ചു, ഇബ്ലീസിനോട് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് നീ ആ കൽപ്പന സ്വീകരിച്ചില്ല? അപ്പോൾ പിശാച് ഇബ്ലീസ് പറഞ്ഞത്, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. എന്ത് ശ്രേഷ്ഠത കൊണ്ടാണ് അവനെ ഞാൻ അംഗീകരിക്കേണ്ടത്? എന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീ കൊണ്ടാണ്, അവനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചെളി കൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രതികരിച്ചത്, അള്ളാഹുവിൻ്റെ കൽപ്പന നേരിട്ട് ലംഘിക്കുകയും അതിനെ നേരിട്ട് അള്ളാഹുവിനോട് തർക്കിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇബ്ലീസിനോട് പറയുകയാണ്, ഫഹ്ബിത് മിൻഹ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് സംസാരിച്ച നിനക്ക്, എൻ്റെ കൽപ്പന നേരിട്ട് കിട്ടിയിട്ടും അത് ലംഘിച്ച നിനക്ക് എൻ്റെ അടുക്കൽ സ്ഥാനമില്ല, നീ ഇവിടെ നിന്ന് കടന്നു പോവുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അപേക്ഷ പറയുകയാണ്. ഖാല അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹുവേ, ഞാൻ ഈ പ്രതികരിച്ച പ്രതികരണം, ഞാൻ ആദമിനെപ്പറ്റി ചിന്തിച്ച ചിന്ത, അത് എന്നെപ്പോലെ തന്നെ മനുഷ്യന്മാർ അഥവാ ആദമും ആദമിൻ്റെ മക്കളുമൊക്കെ എൻ്റെ പോലെ തന്നെ പ്രതികരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ അതേ പ്രതികരണം, എൻ്റെ അതേ സ്വഭാവം, എൻ്റെ അതേ മനസ്ഥിതി, എൻ്റെ അതേ ചിന്ത, അതേ പ്രവർത്തനം, അതേ നന്ദികേട് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മനുഷ്യന്മാരും ചെയ്യും. അതിന് എനിക്ക് കുറച്ച് സമയം തരണം, എനിക്കത് തെളിയിക്കാനുള്ള ഒരു അവസരം തരണം. അള്ളാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് കുറച്ച് സാവകാശം തന്നിരിക്കുന്നു. അപ്പോൾ പിശാച് പറയാണ്, ഇബ്ലീസ് പറയാണ്, പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസ് പറയാണ്, ഫബിമാ അഗ്വൈതനി ലഅഖുഅദന്ന അലാ ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ സന്മാർഗത്തിൽ ഞാൻ പതിയിരുന്ന് നിന്റെ അടിമകളായ നീ ശ്രേഷ്ഠരെന്ന് കൽപ്പിച്ച ഈ ആളുകളെ വഴിപിഴപ്പിക്കും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി അയ്ദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, അവരുടെ മുൻവശത്തും പിൻവശത്തും ഇടതുവശങ്ങളിലും വലതുവശങ്ങളിലുമൊക്കെ ആയിട്ട് ഞാൻ ചെല്ലും. വല തജിദ് അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായിക്കൊണ്ട് നീ കാണില്ല. ഞാൻ അവരെ വഴിപിഴപ്പിക്കുമെന്ന് പിശാച് അവിടെ വെച്ചുകൊണ്ട് വാക്ക് പറയുകയാണ്. ഇവിടെ പിശാച് പ്രയോഗിച്ച ആ പദം
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമായിലിഹിം. മുൻവശത്തും പിൻവശത്തും വലതുവശത്തും ഇടതുവശത്തുമൊക്കെ ആയിട്ട് ഞാൻ ചെല്ലും എന്നാണ്. അപ്പം ഇത് കേവലം ഒരു ദിശയല്ല പിശാച് പറയുന്നത്, ദിശയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വാഗ്ദാനമല്ല അത്. നേരെ മറിച്ച് പിശാചിൻ്റെ നയനിലപാടുകൾ, നയതന്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇടത് വശങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലതുവശങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാച് വലതുവശത്തിലൂടെ വന്നുകൊണ്ട് നമ്മളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമുണ്ട്, ഒരു തഫ്സീറുണ്ട്. മുൻവശത്തുകൂടെ വന്നുകൊണ്ട് നമ്മളെ വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന് കേവലം ദിശക്ക് അപ്പുറം, ഒരു സൈഡിനപ്പുറം അതിനൊരു അർത്ഥമുണ്ട് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത് നമുക്ക് ഇടതുവശങ്ങളിലൂടെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഇടതുവശം എന്ന് പറഞ്ഞാൽ പല മുഫസ്സിറുകളും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇടത് കൈയും ഇടതുവശവും ഒക്കെ സൂചിപ്പിക്കുക പാപത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ, ഇടതുവശക്കാർ ആരാണ് ഈ ഇടതുവശക്കാർ എന്ന് പറയുന്നത് ഖുർആൻ പറയുന്ന പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരായിരിക്കും തിന്മ ചെയ്ത ആളുകളെന്നും വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരായിരിക്കും നല്ല മനുഷ്യന്മാരെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അപ്പം നമ്മളെ പിശാച് വഴിപിഴപ്പിക്കുമ്പോൾ നമ്മളുടെ വലതുവശത്തുകൂടി വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ നന്മകളിലൂടെ നമ്മളെ വഴിപിഴപ്പിക്കുമെന്നാണ്. എങ്ങനെയാണ് നന്മകളിലൂടെ വഴിപിഴപ്പിക്കുക? അത് നമുക്ക് പറയാം. ആദ്യം ഇടതുവശങ്ങളിലൂടെ വന്നുകൊണ്ട് പിശാച് വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ തിന്മ, നമ്മൾ ചെയ്യുന്ന പാപം, ആ പാപങ്ങൾ വഴി പല രീതിയിൽ പിശാച് നമ്മളെ ആക്രമിക്കും. പിശാചിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ പിശാച് തിന്മ ചെയ്യിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ തിന്മകളെ ന്യായീകരിക്കാനുള്ള, തിന്മകളെ വ്യത്യസ്ത രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള അവൻ്റെ വസ്വാസുകളാണ്, അവൻ്റെ ദുർമന്ത്രങ്ങളാണ്. ഇത് പിശാച് പല രീതിയിലുമാണ് നടത്തുക. കേവലം ഒരു തിന്മ ചെയ്യിപ്പിക്കും എന്നതിൻ്റെ ആ ഒരു ഉപരിപ്ലവമായ വാചകത്തിൽ ഒതുക്കാൻ കഴിയുന്നതല്ല പിശാചിൻ്റെ ആ ദുർബോധനം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ശമാഇലിഹിം, അവരുടെ ഇടത് വശങ്ങളിലൂടെ എന്ന് പറഞ്ഞത്. ഇടത് വശത്തുകൂടെ അവർ വഴിപിഴപ്പിക്കുന്നല്ല പറഞ്ഞത്, ഇടത് വശങ്ങളിലൂടെ വഴിപിഴപ്പിക്കും എന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ട ഒന്നാണ്. എങ്ങനെയാണ് പിശാച് നമ്മളെ വഴിപിഴപ്പിക്കുന്നത്? തിന്മയിലൂടെ. ഒരു തിന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കുല്ല ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരായി അമ്പിയാക്കളല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമന്മാർ പാപം ചെയ്താൽ അതിനൊപ്പം തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ പിശാചിൻ്റെ ആദ്യത്തെ കുതന്ത്രം, ഇടതുവശത്തുകൂടി പാപങ്ങളിലൂടെ പിശാച് നമ്മളെ വഴികേടിലാക്കുന്ന ആദ്യത്തെ പടി ആ തൗബയിലാണ്. നമ്മളൊരു തിന്മ ചെയ്താൽ നമ്മൾക്ക് അടിക്കടി നമ്മൾ തുടർച്ചയായി ചില തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൗബ മുടക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ആദ്യത്തെ പടി. കാരണം പിശാച്, അല്ലെങ്കിൽ പിശാചിൻ്റെ നേതാവായ ഇബ്ലീസ്, ആ ഇബ്ലീസിൻ്റെ പേര് തന്നെ അബലസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശനായി എന്നാണ്. എല്ലാം മടുത്ത് ഒരു ഹോപ്പില്ലാതെ ഇനി ശരിയാവില്ല എന്ന് ഉറപ്പിച്ച ഒരു മനസ്ഥിതി, അത് ഇബ്ലീസിൻ്റെ മനസ്ഥിതിയാണ്. അവൻ്റെ പേര് തന്നെ അതാണ്. ആ മനസ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണ്. നമ്മളൊക്കെ ദുർബലരായ മനുഷ്യന്മാരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, ദുർബലരായിട്ടാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അടിക്കടി ചിലപ്പോൾ നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പാപം തന്നെ 500, 1000, 10,000 വട്ടമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് തൗബയും ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര പാപം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്ന വിശ്വാസം, പ്രതീക്ഷ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നാം ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു 10 വട്ടം ചെയ്താൽ നമ്മളുടെ മനസ്സിൽ ആ പ്രതീക്ഷ ഉണ്ടാവും. 11ാമത്തെ വട്ടം നമ്മൾ ശരിയാവും, ഇനി ഞാനിത് ചെയ്യില്ല എന്ന് നമ്മളെ മനസ്സിലുണ്ടാവും. 12ാമത്തെ വട്ടം കഴിയുമ്പോൾ ഇബ്ലീസ് നമ്മളെ അടുത്തേക്ക് വരും. എത്ര തവണ നീ ഇത് ചെയ്തു? ഈ പാപം ചെയ്യില്ല എന്ന് 10 വട്ടം നീ പറഞ്ഞില്ലേ, 11ാമത്തെ വട്ടം വീണ്ടും ചെയ്തില്ലേ, ഇനി 12ാമത്തെ വട്ടം മാറ്റമുണ്ട് എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഇനി അതിന് തൗബൊന്നുമില്ല, ഇത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും, ഇത് നിനക്ക് ജീവിതത്തിൽ നിന്ന് കളയാൻ കഴിയില്ല എന്ന നിരാശ, പ്രതീക്ഷയില്ലായ്മ പിശാച് നമുക്ക് ഇട്ട് തരും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
500-ാമത്തെ വട്ടം തൗബ ചെയ്തിട്ടും 501-ാമത്തെ വട്ടം നമ്മൾ ആ പാപം ചെയ്യുകയാണെങ്കിലും ഈ 501-ാമത്തെ വട്ടം ഞാനിത് നിർത്തുമെന്ന ഉറച്ച വിശ്വാസം, ഉറച്ച പ്രതീക്ഷ നമ്മളെ മനസ്സിലുണ്ടാവണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാത്തിനും കഴിയുന്നവനാണ്. നമ്മൾ ഓരോ നിസ്കാരം കഴിയുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ പറയുന്ന വാചകമാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് വിചാരിക്കുന്ന പാപം അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് കളയാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട്. അള്ള നമുക്ക് സഹായം നൽകും. അത് നമ്മൾക്ക് 1001-ാമത്തെ തവണയും ആ പ്രതീക്ഷയുണ്ടെങ്കിലേ നമ്മളെ തൗബ സ്വീകരിക്കപ്പെടുള്ളൂ. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് തൗബയില്ല. തൗബയുടെ ഒരു ഷർത്തിൽപ്പെട്ടതാണ് തൗബ സ്വീകരിക്കണമെങ്കിൽ, പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു തൂണ് എന്ന് പറഞ്ഞാൽ ഈ പാപത്തിലേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറച്ച വിശ്വാസമാണ്. അപ്പം അത് കളഞ്ഞാൽ, ആ വിശ്വാസം, ആ പ്രതീക്ഷ കളഞ്ഞാൽ നമ്മളെ തൗബ സ്വീകരിക്കപ്പെടില്ല. നമ്മൾ ഒരു തിന്മയിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഇനിയും ഞാൻ ഇതിലേക്ക് വരും എന്ന ചിന്തയാണ് എങ്കിൽ അത് തൗബ ആവില്ല. അപ്പോൾ പിശാചിൻ്റെ പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും ഒരു തൗബ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രതീക്ഷ ഇല്ലാതെയാക്കാം. ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന പാപങ്ങൾ നമുക്കുണ്ടാവും. ചില ആളുകൾക്ക് അഡിക്ഷനായി മാറും. അഡിക്ഷനുകൾ, പലതരത്തിലുള്ള അഡിക്ഷനുകൾ നമ്മളെ ചുറ്റുപാടുമുണ്ട്. പിന്നെ പുകവലിയുടെ അഡിക്ഷൻ, പോൺ അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് അഡിക്ഷൻ ഈ കാലഘട്ടത്തിൽ പിന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഡിക്ഷനുകളൊക്കെ നമ്മൾ എങ്ങേയറ്റം വേദനിക്കുന്ന, നമ്മൾക്ക് നിർത്തണമെന്ന് തോന്നുന്ന അഡിക്ഷനുകളാണ്. പക്ഷെ എത്രയായാലും നിർത്താൻ കഴിയുന്നില്ല. ഇത് ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവില്ല, എനിക്ക് നന്നാവാൻ കഴിയില്ല എന്ന അശുഭാപ്തി ഉണ്ടാക്കി തരുന്നത് പിശാചാണ്. എന്നും ഓരോ തവണയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുമ്പോഴും ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും ഇതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഇത് നിന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇബ്ലീസ് വന്നിട്ട് പറയും കീഴടങ്ങിക്കോളൂ, നിനക്കിനി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ തൗബ, ഒരു വിശ്വാസിയുടെ മനസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തോടു കൂടി എടുക്കണമെങ്കിൽ ആ സംഘട്ടനം, മാനസികമായ സംഘട്ടനം നിലനിന്നുകൊണ്ടേയിരിക്കണം. മനസ്സിൽ സംഘട്ടനം നിലനിന്നുകൊണ്ടേയിരിക്കണം. എന്നും ആ പാപവുമായി നമ്മൾ മാനസികമായി സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കണം, സമരം നടത്തിക്കൊണ്ടിരിക്കണം. അതുമായി നമ്മൾ പ്രയാസം സഹിക്കണം. നമ്മളെപ്പോഴും അതിൻ്റെ പേരിൽ ദുഃഖിക്കണം. അതിനി ഒരിക്കലും വരില്ല എന്ന പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഈ ആന്തരിക സംഘട്ടനമാണ് തൗബ എന്ന് പറയുന്നത്. ആ സംഘട്ടനം ഇല്ലാതെയാക്കി ഇനി ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്ന് ചിന്തിപ്പിക്കലാണ് അഡിക്ഷനുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇബ്ലീസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രസക്തമായൊരു ഹദീസ് നമ്മൾ നോക്ക്. പലപ്പോഴും ഈ ഹദീസ് ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, മാമിൻ അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ വലഹു ദംബുൻ. ഒരു വിശ്വാസിയുമില്ല അവന് ഒരു പാപം, ഒരു വീക്ക്നെസ് ഇല്ലാതെ. എല്ലാ വിശ്വാസികൾക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവും, ഒരു ദുർബലത ഉണ്ടാവും, ഒരു പാപം അവനെ വിടാതെ കൂടും. യഅ്താദുൽ ഫൈനത ബഅദൽ ഫൈന, അതവനിങ്ങനെ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കും. തീരെ പറ്റുന്നില്ല, അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ല, അതിനെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഔ ദംബുൻ ഹുവ മുഖീമുൻ അലൈഹി ലാ യുഫാരിഖു ഹത്താ യുഫാരിഖു ദുനിയ. ദുനിയാവിൽ നിന്ന് പിരിയുന്നത് വരെ ആ പാപം തന്നെ വിട്ട് പിരിയില്ല എന്ന് തോന്നുന്ന ഒരു പാപമൊക്കെ ഒരു വിശ്വാസിക്ക് ഉണ്ടാവും. അതുണ്ടായതുകൊണ്ട് അവിശ്വാസിയാവുന്നില്ല, അവൻ വിശ്വാസി തന്നെയാണ്. എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, ഇന്നൽ മുഅ്മിന ഖുലിക മുഫ്തന്നൻ. വിശ്വാസി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരീക്ഷണങ്ങൾ സഹിക്കുന്നവനായിക്കൊണ്ടാണ്. ഇബ്ലീസ് വന്നിട്ട് ഓരോ പരീക്ഷണങ്ങൾ എപ്പോഴും തരും. അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച ഉടനെ എല്ലാം ജീവിതത്തിൽ എല്ലാ പാപങ്ങളൊക്കെ വിട്ടുപോകും. പിന്നെ ഒരു കളങ്കവും ജീവിതത്തിൽ മനസ്സിലുണ്ടാവില്ല എന്ന അവസ്ഥ ഉണ്ടാകില്ല. വിശ്വാസിക്ക് എപ്പോഴും ഫിത്നയാണ്, എപ്പോഴും പരീക്ഷണമാണ് ഉണ്ടാവുക. എന്നിട്ടോ പക്ഷെ അതിൻ്റെ ഒപ്പം അവൻ തവ്വാബൻ, എപ്പോഴും പശ്ചാത്തപിക്കുന്നവനായിരിക്കും. എപ്പോഴൊക്കെ പിശാച് വന്ന് നമ്മൾ തെറ്റിക്കുന്നോ, എപ്പോഴൊക്കെ ആ പാപത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നോ, അപ്പോഴൊക്കെ തൗബ ചെയ്ത് ഇത് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നവനാണ് ഒരു വിശ്വാസി. നസിയൻ, അവൻ എപ്പോഴും മറന്നു വരും. എപ്പോഴും നല്ല ഭക്തിയുള്ള ഒരുപാട് നന്മകൾ, ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബോധമൊക്കെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് ഇടക്കങ്ങോട്ട് മറന്നുപോകും. പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, നസിയനാണെങ്കിലും അവനെപ്പോഴും മറക്കുന്നവനാണെങ്കിലും ഇത് സുക്കിറ സക്കറ, അവനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമ്പോൾ അവന് വീണ്ടും ഭക്തി വരും, വീണ്ടും ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ബോധം വരും. ഈ സമരം, പാപത്തോടുള്ള ഈ സമരം എന്നും നിലനിൽക്കണം. അത് നമ്മളുടെ മനസ്സിൽ ഒരു ദിവസത്തോടു കൂടി, ഒരു ദിവസത്തിൽ നമ്മൾ ഒരു സന്ധിയിൽ നമ്മൾ നിരാശപ്പെടരുത്. ഇനി ഇത് അങ്ങനെ ജീവിതത്തിൽ പോകും എന്ന ഒരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ വരരുത്. ഇത്തവണ, ഇന്ന് ഞാൻ ചെയ്തതാണ് എൻ്റെ അവസാനത്തെ ആ പാപം,
ഇനി നാളെ അതില്ല എന്ന് എന്നെന്നും ചിന്തിക്കുന്നവനായിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇബ്ലീസിൻ്റെ ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നത് നിരാശയുണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് അവൻ്റെ ആക്രമണത്തിലെ ശക്തിയുടെ അളവ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് ഒരേപോലെയല്ല പിശാച് ദുർമന്ത്രം നടത്തുക. അവൻ്റെ വസ്വാസുകൾ ഓരോരുത്തർക്കും ഇണങ്ങിയ രൂപത്തിലായിരിക്കും. ആ ഇണങ്ങിയ രൂപത്തിലായിരിക്കും അവൻ്റെ ഓരോ വസ്വാസുകൾ, ഓരോ പാപങ്ങളിലേക്കുള്ള പ്രേരണ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് പല ദുആകളും ചൊല്ലിയതായിട്ട് ഹദീസിൽ കാണാം. അതിലൊരു പ്രാർത്ഥന നിങ്ങൾ നോക്ക്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ മിൻ നഫ്ഖിഹി വനഫ്സിഹി വഹമസി. പിശാചിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ആ പിശാചിൻ്റെ നഫ്ഹിൽ നിന്നും നഫ്സിൽ നിന്നും ഹമസിൽ നിന്നും ശരണം തേടുന്നു. എന്താണ് ഈ നഫ്ഹ്, നഫ്സ്, അതുപോലെ തന്നെ ഹംസ് എന്ന് പറഞ്ഞാൽ? മൂന്നും ഏകദേശം മലയാളത്തിൽ ഒരേ അർത്ഥമാണ്. ഊത്ത് എന്നുള്ള അർത്ഥമാണ് നമുക്ക് പരിഭാഷയിൽ കാണാൻ പറ്റുക. പക്ഷെ ഇതിന് അറബിയിൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. നഫ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വാദ്യോപകരണം ശക്തിയായി ഊതിയാൽ അതിനാണ് നഫ്ഹ് എന്ന് പറയുക. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം അന്ത്യനാളാവുമ്പോൾ കാഹളത്തിൽ ഊതുമ്പോൾ അത്രയും ശക്തി എടുത്ത് ഊതുന്നതിനാണ് നഫ്ഹ് എന്ന് പറയുക. അപ്പോൾ പിശാച് ചിലപ്പോൾ നമുക്ക് ശക്തിയായി വലിയ തിന്മ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പ്രേരിപ്പിക്കും. പക്ഷെ ചിലരെ അത്രയും വലിയ തിന്മ ഒന്നും പറഞ്ഞാൽ ആളുകൾ ചെയ്യില്ല. അപ്പോൾ അവൻ്റെ ഡിഗ്രി കുറക്കും, അവൻ്റെ ആ ദുർമന്ത്രത്തിൻ്റെ അളവ് കുറക്കും. വനഫസ്, നഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കെട്ടുകളിൽ ഊതുന്ന ആളുകൾ, ദുർമന്ത്രം നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ട്. ആ നഫ്ഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന സമയത്ത് കുറച്ച് തുപ്പ് നീര് തെറിക്കുന്ന രൂപത്തിൽ കുറച്ച് ശക്തിയായിട്ടുള്ള ഊത്ത്, അതാണ് നഫസ് എന്ന് പറയുക. ചില ആളുകൾ നഫസ് കൊണ്ടായിരിക്കും പിശാജ് തിന്മയിലേക്ക് നയിക്കുക. ചില ആളുകളെ ഹമസ് ആയിരിക്കും. ഹമസ് എന്ന് പറഞ്ഞാൽ ചെവിട്ടിൽ വന്നിട്ട് വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, മറ്റുള്ളവർ കാണാത്ത കേൾക്കാത്ത രൂപത്തിൽ ചെവിട്ടി പറയുന്നവർക്ക്, കുറ്റം പറയുന്നവരെ ശപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്ന കാണാൻ പറ്റും. അവിടെ ഹമസ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അത് ചെവിട്ടിൽ മാത്രമേ കേൾക്കുള്ളൂ, വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും, ചെറിയ തിന്മ ചെയ്യാനായിരിക്കും പിശാജ് ചിലപ്പോൾ പ്രേരിപ്പിക്കുക. അപ്പോൾ പിശാജിന് അവൻ്റെ പ്രേരണക്ക് ഓരോ ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രികൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ ചെറിയ അളവിൽ നിന്ന് വലിയ അളവിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊക്കെ അടുത്ത് വന്നിട്ട് പിശാജ് ഒരാളെ കൊല്ല് എന്ന് ദുർമന്ത്രം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ കൊല്ലൂല, നമ്മളെ ശീലത്തിലില്ല അത്. അതൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരായ ആളുകളായിരിക്കും നിരപരാധികളെ കൊല്ലാൻ വേണ്ടി പിശാജ് അവരോടായിരിക്കും ചിലപ്പോൾ പറയാം. IDF-ന്റെ സൈനികരെ പോലെ, ഇസ്രായേലിൻ്റെ സൈനികരെ പോലെ ആ നിഷ്കളങ്കനായ കുട്ടിയെ കൊല്ല് എന്നായിരിക്കും അവൻ്റെ ചെവിട്ടിൽ വന്ന് പിശാജ് പറയാം. പക്ഷെ നമ്മളോട് അത് പറയില്ല. പിന്നെ നമ്മളോട് എന്താ പറയുക? നമ്മളെ ചെറിയ തട്ടിൽ നിന്നാണ് പിശാജ് ദുർമന്ത്രത്തിലേക്ക് കൊണ്ടുവരിക. ആദ്യം നമ്മളുടെ സ്വഭാവം മോശമാക്കും. ആളുകളോട് പെരുമാറുന്നത് മോശമായി പെരുമാറാൻ, അവനോട് തർക്കുത്തരം പറയും, അല്ലെങ്കിൽ അയാളോട് ഇങ്ങനെ മറുപടി പറ എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ പറയുക. അത് കഴിഞ്ഞാലോ നമ്മളെല്ലാവരോടും തർക്കുത്തരം പറയുന്ന, മോശമായി പെരുമാറുന്ന, പ്രതികരിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ പിശാച് അടുത്ത തട്ടിലേക്ക് വരും. തല്ലുണ്ടാക്കാൻ പറയും, നമ്മളോട് തർക്കങ്ങൾ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നമ്മളൊരു താർക്കിയായി മാറും. അവനുമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, എപ്പോഴും തർക്കമാണ് എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറും. അങ്ങനെ കുറേ നാൾ നമ്മൾ താർക്കിയായി മാറിയാലോ, നമ്മളെപ്പോഴും തർക്കിക്കുന്നവനായി മാറിയാലോ അടുത്തതായി നമ്മൾ ഒച്ച വെക്കുന്നവരായി മാറും. നമ്മൾ തർക്കവും കഴിഞ്ഞ് ആളുകളോട് ഒച്ച വെക്കാനായിരിക്കും പിശാജിൻ്റെ അടുത്ത ദുർമന്ത്രം. അതും കഴിഞ്ഞാൽ പിശാജ് വന്നിട്ട് ആ ഒച്ചയും കലഹവും ഒക്കെ മാറ്റിയിട്ട് തല്ലുകൂടാൻ, ശാരീരികമായി തന്നെ അടിക്കാനും ഇടിക്കാനും ഒക്കെ ആയിരിക്കും പിന്നീട് പറയാം. അങ്ങനെ കുറേ ആളുകളെ തല്ലുന്ന ആളുകളായിട്ട് പിന്നീട് അടുത്ത സ്റ്റെപ്പ് മാറും. അങ്ങനെ കുറേ തല്ലുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരാളെ കൊന്നൊന്നും വരും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ പിശാജ് പറയും, ഇത്തവണ നീ അടിച്ചത് ഇത് പോരാ, കുറച്ചും കൂടി ശക്തിയായി അടിക്കണം. അപ്പോൾ നമ്മൾ കൊലപാതകയായി. അപ്പോൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ദുർമന്ത്രത്തിൻ്റെ പടിയതാണ്. ഒരു കോണിപ്പടിയിലൂടെ കയറുന്നത് പോലെയാണ് തിന്മയിലേക്ക് നമ്മളെ പിശാച് കൊണ്ടുപോകുക. ആദ്യം ഒരു പടി, ഇനി അടുത്ത പടി, അങ്ങനെ ഓരോ പടി വെച്ച് ആ അറ്റം വരെ, ഏറ്റവും മുകളിൽ വരെ എത്തിക്കാൻ പിശാചിന് പറ്റും. അല്ലാതെ ഒരു പടി കഴിഞ്ഞ് അടുത്ത പടിയിലേക്ക് ചാടാൻ ചിലപ്പോൾ പിശാച് പറയില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ തിന്മകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെറിയ തിന്മ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചെറിയ തിന്മകൾ അതാണ് വലിയ തിന്മകളിലേക്ക് നമ്മളെ എത്തിക്കുക. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പാപത്തെ കാണാ, ചെറിയ പാപത്തെ പോലെ അവൻ കാണാ വലിയ മലകൾ പോലെയാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേസമയം ഒരു
മുനാഫിക്കായ അല്ലെങ്കിൽ ഫാസിക്കായ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ കഅന്നഹു ദുബാബുൻ മർറ അലാ അൻഫിഹി, ഒരു ഈച്ചങ്ങനെ പറക്കുന്നത് ശല്യമായതുപോലെ മാത്രമേ അവൻ്റെ പാപത്തെ, ചെറുപാപത്തെ അവൻ കാണുള്ളൂ. അങ്ങനെ കാണാൻ പാടില്ല. ഒരു വിശ്വാസിയായ അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് കാലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥ വിശുദ്ധ ഖുർആൻ ഇതിലേക്കുള്ള ഒരു സൂചന പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയാണ്, കമസലി ശൈത്വാൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, ഒരു പിശാച് ഒരു മനുഷ്യൻ്റെ ഉപമ പോലെ. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യനോട് പിശാച് പറഞ്ഞു, ഉക്ഫുർ, നീ അള്ളാഹുവിൽ അവിശ്വസിക്കുക, നീ കാഫിറാവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കാഫിറായി. ഫലമ്മ കഫറ, അവൻ കാഫിറായപ്പോൾ പിശാച് പറഞ്ഞു, ഇന്നി ബരീഉ മിൻക് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ നിന്നിൽ നിന്നും കുറ്റവിമുക്തനാണ്, ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പോയി. ഇതിൻ്റെ തഫ്സീർ നമ്മൾ എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാ തഫ്സീറുകളിലും ഒരു കഥ കൊടുക്കുന്നുണ്ട്. ഹദീസൊന്നുമല്ല, പക്ഷേ പിശാചിൻ്റെ ആ തട്ടായിട്ടുള്ള ആ ശ്രേണി തിരിച്ചുള്ള ദുർമന്ത്രത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ഏറ്റവും വലിയ ഭക്തനായൊരു മനുഷ്യനെ കാഫിറാക്കി മാറ്റിയത് പിശാച് എങ്ങനെയാണ് എന്നുള്ളത് ആ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി പിശാച് അയാളുടെ അടുത്തേക്ക് വരുന്നത് അയൽവാസിയായ ഒരു സ്ത്രീ, വിധവയാണ്, ആ സ്ത്രീക്ക് ആരും അവലംബമായിട്ടില്ല, ആ സ്ത്രീയെ നീ ഒന്ന് പരിഗണിക്കേണ്ടതില്ലേ, നീ ഇങ്ങനെ ഇബാദത്തും നന്മയും ചെയ്ത് ജീവിച്ചാൽ പോരല്ലോ, ആ പെണ്ണിനെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പിശാച് ദുർമന്ത്രം നടത്താം. അപ്പോൾ അത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊന്നും ഒരു ചിന്തയുമില്ലാത്ത വ്യക്തിക്ക് ആദ്യം ഒരു ചിന്ത ഇട്ട് കൊടുക്കാം. ആ സ്ത്രീയുമായി അയാൾ സൗഹാർദ്ദത്തിലാവുമ്പോൾ അടുത്ത പടിയിലേക്ക് പിശാച് വരാണ്. നിന്നോട് ആ സ്ത്രീക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നീ അവളുമായിട്ട് ഒന്നും കൂടി സൗഹാർദ്ദത്തിൽ പെരുമാറണം എന്ന വസ്വാസം അടുത്തതായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയുമായിട്ട് അയാൾ രഹസ്യമായി പ്രണയത്തിലായി ആ സ്ത്രീയോട് ഒന്ന് നിന്റെ മനസ്സിലുള്ളത് പറയണമെന്ന് പറയാണ്. അയാൾ വന്ന് മനസ്സിലുള്ളത് പറയുന്നു. സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ പിശാച് വന്നിട്ട് പറയാണ്, ഇത്രയും സേവനങ്ങൾ നീ ചെയ്തു കൊടുത്തിട്ട്, ആരുമില്ലാത്ത സമയത്തും നീ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലാന്നോ, നിന്റെ അവകാശമാണ് അവളോടുള്ള പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാം. അടുത്ത പടിയായി അയാൾ ആ പെണ്ണിനെ ഉപദ്രവിച്ചതിന് ശേഷം പിശാച് വീണ്ടും വരികയാണ്. നീ ഈ പെണ്ണിനെ ഉപദ്രവിച്ചതിന് ശേഷം, ഈ പെണ്ണിനെ ദ്രോഹിച്ചതിന് ശേഷം നിന്നെ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നതാണോ നിനക്ക് തോന്നുന്നത്? ആ പെണ്ണിനെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. ആ സ്ത്രീയെ അയാൾ കൊലപാതകം ചെയ്യുകയാണ്. അടുത്തതായി പിശാച് ആളുകളുടെ അടുത്തേക്ക് പോകാണ്. എവിടെ ആ സ്ത്രീയെ എവിടെയും കാണുന്നില്ലല്ലോ. ആ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളെ പറ്റി ഒന്ന് ചോദിച്ചു നോക്ക്. ആളുകൾ ആ സ്ത്രീയെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാളാണ് ചെയ്തത് എന്ന് കണ്ടെത്തി അയാളെ കൊണ്ടുപോയി വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, ആ സമയം വരെ പിശാച് അയാളെ പിന്നിൽ കൂടാണ്. പിശാച് അടുത്തതായിട്ട് വന്നിട്ട് പറയാണ്, വർഷങ്ങളോളം നീ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് നന്മയോടുകൂടി ജീവിച്ചു, നല്ല മനുഷ്യനായി ജീവിച്ചു, എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്? ഒരു പാപത്തിൻ്റെ പേരിൽ നീ എല്ലാവരുടെയും ഇടയിൽ അപമാനിതനായി നിനക്ക് വധശിക്ഷയാണ് കിട്ടിയത്. ഇതാണോ അള്ളാഹ് തരുന്ന പ്രതിഫലം എന്ന് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പിശാച് പറയാണ്, ഉക്ഫുർ, നീ അള്ളാഹുല വിശ്വസിക്കും, നീ കാഫിറായിക്കോ, എന്തിനാണ് വിശ്വാസിയായി ജീവിക്കുന്നത്? വിശ്വാസിയായി ജീവിച്ചിട്ട് നിനക്ക് എന്താ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് നിരാശ വരാണ്, അയാൾ കാഫിറാവുക. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കമസലി ശൈത്വാനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ. നമ്മളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ കാഫിറായിക്കോ എന്ന് ഒരു ദിവസം കൊണ്ടല്ല പറയാ. നമ്മളുടെ ജീവിതത്തിൽ പല പല വസ്വാസുകളും കൂട്ടി അതിൻ്റെ ശ്രേണികളിലൂടെ, അതിൻ്റെ പടികളിലൂടെ കൊണ്ടുപോയി അവസാനം നമ്മൾ അവിശ്വാസിയും മുനാഫിക്കും കാഫിറുമാക്കി മാറ്റാൻ പിശാചിന് കഴിയും. അതുകൊണ്ട് അത്തരം പടികൾ കടക്കാതെ സ്വന്തം കാര്യങ്ങളെ, ഈമാനിനെ, നന്മയെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബ്ലീസിൻ്റെ അണികളായ പിശാചുക്കളും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ഓരോ മാർഗങ്ങൾ, അത് പിശാച് ഏറ്റവും ആദ്യമായി നമ്മൾ പിടിക്കുന്നത് നമ്മളെ തിന്മയിലൂടെയാണ്. ആ തിന്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്വാസ് എന്ന് പറഞ്ഞാൽ, ഒരു ആസ്വാദനവുമില്ലാത്ത കാര്യങ്ങളെ ആസ്വാദനം ഉണ്ടാക്കിത്തരും, ഒരു രസം ഉണ്ടാക്കിത്തരും പിശാച് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. സയ്യന ലഹും അഅ്മാലഹും, അവരുടെ തിന്മകൾ, അവരുടെ ദുഷ്കർമ്മങ്ങൾ അത് രസകരമാണ് എന്ന തോന്നൽ, മനസ്സിലൊരു മിഥ്യാബോധം ഉണ്ടാക്കിത്തരുമെന്നുള്ളത്, ഒരു മനസ്സുഖം ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ്. ഒരു ആസ്വാദനവും ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പം മദ്യത്തിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്ക്.
എന്ത് ആസ്വാദനമാണ് ആ ഒരു ദ്രാവകത്തിന് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളെ മനസ്സിന്, നമ്മളെ ശരീരത്തിന് കിട്ടുന്നത് അതിലൂടെ? ഒന്നുമില്ല. പക്ഷേ പിശാച് അതിലൂടെ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കി തരാണ്. ഒരു ആസ്വാദനവുമില്ലാത്ത കാര്യങ്ങൾ ആസ്വാദ്യകരമാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ച് തരുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് ഈ DJ പാർട്ടികളൊക്കെ വലിയ ആഘോഷം, ആസ്വാദനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. എന്താണ് ഈ DJ പാർട്ടി എന്ന് പറഞ്ഞാൽ? രാത്രി 12, 1, 2, 3 മണിക്കൊക്കെ ഉറക്കം ഒഴിച്ച് ആളുകൾ പാട്ടും കൂത്തുമായിട്ട് ഇങ്ങനെ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അതും കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ രോഗിയായി, അസ്വസ്ഥരായി, അങ്ങനെ ജീവിതത്തിന് മാറാരോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത്തരം ഉറക്കമൊഴിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണെന്നാണ്. ഉറക്കമൊഴിച്ചിട്ടുള്ള ഇത്തരം ആഘോഷങ്ങൾ, അത് നമ്മളുടെ മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണെങ്കിൽ പോലും, 10 മണിക്ക് ശേഷം മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണെങ്കിൽ പോലും, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വളർത്തുന്ന, നൈരാശ്യം വളർത്തുന്ന ഏറ്റവും വലിയ ഘടകമായിക്കൊണ്ട് സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ടും നമുക്ക് 10 മണി കഴിഞ്ഞാൽ ഓഫാക്കാൻ തോന്നുന്നില്ല. ഇല്ലാത്ത ആസ്വാദനം നമ്മളുടെ ജീവിതത്തിൽ പിശാച് ഉണ്ടാക്കി തരാണ്. കുറച്ചും കൂടി കാണുക, കുറച്ചും കൂടി നമുക്ക് ആസ്വദിക്കുക എന്നുള്ള ഒരു മിഥ്യാബോധം ഉണ്ടാക്കി തരിക എന്നുള്ളത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിലും പരിപാലനത്തിനും സംഭാവനകൾ അർപ്പിച്ച സഹോദരനും കുടുംബത്തിനുമൊക്കെ അള്ളാഹു എല്ലാ തരത്തിലുമുള്ള പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.